നമസ്തേ. ശിവപുരാണം 3-ാം ഭാഗമാണ് ഇന്ന് പറയുന്നത്. ഇന്ന് പ്രധാനമായും പറയുന്നത് പരമശിവൻ സർപ്പധാരിയും പുലിത്തോൽധാരിയുമായ കഥയാണ്. അതിനോടൊപ്പം തന്നെ കാപാലിയായ കഥ കൂടി പറയുന്നുണ്ട്. ആദ്യം തന്നെ ഭഗവാൻ സർപ്പധാരിയും പുലിത്തോൽധാരിയുമായ കഥ പറയാം. പരമശിവൻ ഭിക്ഷുവായി തപസ്സിൽ മുഴുകി സംവത്സരങ്ങളോളം കഴിഞ്ഞുകൂടി. ഹിമാലയത്തിൻ്റെ കൊടും തണുപ്പിനെ ശ്രദ്ധിക്കാതെ തപസ്സിൽ മുഴുകിയിരിക്കുന്ന ആ കോമളാംഗനെ കണ്ട ഋഷിപത്നിമാരെല്ലാം അദ്ദേഹത്തിൽ അനുരാഗികളായി തീർന്നു. പത്നിമാരുടെ ഈ നടപടി ഋഷികൾക്ക് സഹിക്കാനായില്ല. ശമം ശീലിച്ച ഒരുവൻ തങ്ങളുടെ പത്നിമാരുടെ സ്നേഹം കവർന്നെടുക്കുന്നുവോ എന്നിങ്ങനെ അവർ ആശങ്കിച്ചു. അങ്ങനെ അന്നുവരെ തങ്ങളുടെ ശുശ്രൂഷ ജീവിതവ്രതമായി കരുതിപ്പോന്നിരുന്ന പ്രിയ പത്നിമാർ ഒരു നിമിഷം ശിവനെ കാണുമ്പോൾ എല്ലാ വ്രതങ്ങളും മറന്ന് അവനെ തന്നെ ഉറ്റുനോക്കുകയാണല്ലോ. ഈ സ്ഥിതി തുടർന്നാൽ തങ്ങളുടെ പത്നിമാർ തങ്ങളെ ഉപേക്ഷിച്ച് പരമശിവനെ തേടി യാത്രയാവില്ലേ എന്ന് എന്താണ് ഉറപ്പ്? അതനുവദിച്ചുകൂടാ. തങ്ങളുടെ ഭാര്യമാരുടെ മനം അപഹരിക്കുന്ന ശിവനെ വധിച്ചേ മതിയാകൂ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് മഹർഷിമാർ തറയിൽ ഒരു കുഴി കുഴിക്കുകയുണ്ടായി. അങ്ങനെ കുഴി ഏതാണ്ട് ഭൂമധ്യത്തോളം എത്തി. അപ്പോൾ അതിൽ നിന്നും ദംഷ്ട്രകൾ പുറത്ത് കാണിച്ച് പ്രപഞ്ചം നടുക്കുന്ന ഗർജനത്തോടെ ഒരു വ്യാഘ്രം കയറി വന്നു. എന്നിട്ട് അവൻ മഹർഷിമാരുടെ മുന്നിൽ തല കുനിച്ചുകൊണ്ട് ഇപ്രകാരം അറിയിച്ചു: അല്ലയോ മഹർഷി ശ്രേഷ്ഠരെ, ഞാൻ രക്തം പാനം ചെയ്യുന്നതിൽ ആസക്തനാണ്. എനിക്ക് ചുടുചോര നൽകുക. ഹേ മൃഗേശ്വര, നിന്റെ രക്തദാഹത്തിന് നല്ലൊരു ഇരയെ ഇപ്പോൾ തന്നെ നൽകാം. കൈലാസ ശൃംഗത്തിലേക്ക് നീ പോവുക. അവിടെ തപസ്സിൽ മുഴുകിയിരിക്കുന്ന ഒരു യുവകോമളനെ നിനക്ക് കാണാനാകും. നീ അദ്ദേഹത്തെ കൊന്ന് രക്തം പാനം ചെയ്യുക. മഹർഷിമാർ ആഹ്ലാദത്തോടെ അറിയിച്ചു. വ്യാഘ്രം അപ്പോൾ ആനന്ദത്തിൽ മതിമറന്നു. അവൻ നാവുകളാൽ ഇങ്ങനെ ചുണ്ടുകളൊക്കെ നനച്ചുകൊണ്ട് കൈലാസ ശൃംഗങ്ങളിലേക്ക് പാഞ്ഞു. അവിടെ ധ്യാനശീലനായി ഇങ്ങനെ വസിക്കുന്ന ഭഗവാൻ പരമശിവനെ ഒരു മാത്രം നോക്കി നിന്ന ശേഷം അവൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ചാടി വീണു. അത്ഭുതം! പരമശിവന്റെ ശരീരം തെല്ലും അനങ്ങിയില്ല. പക്ഷേ എടുത്തെറിയപ്പെട്ടതുപോലെ വ്യാഘ്രം ദൂരെ തെറിച്ചു വീണു. വ്യാഘ്രം കോപാക്രാന്തനായി മാറി. അവൻ വീണ്ടും പരമശിവനെ ആക്രമിച്ചു. ഭഗവാനാകട്ടെ അവനെ നിസാരമായി ഒരു കൈകൊണ്ട് ഞെരിച്ചു കൊന്ന ശേഷം അതിൻ്റെ തോലെടുത്ത് അങ്ങ് ധരിച്ചു. അപ്പോൾ മഹർഷിമാർ ലജ്ജിതരായി ഇങ്ങനെ തലകുനിച്ചു. എങ്കിലും അവർ തോറ്റു പിന്മാറാൻ തയ്യാറായില്ല. അവർ ആദ്യം ഭൂമിയിൽ സൃഷ്ടിച്ച കുഴിയിൽ നിന്നും ശിവനെ സംഹരിക്കാനായി മാനിനെ പുറത്തുവിട്ടു. ഭഗവാൻ ശിവൻ അതിനെ തൻ്റെ ഇടത് കൈയിൽ വഹിച്ചു. അനന്തരം മഹർഷിമാർ ഉഗ്രസർപ്പങ്ങളെ സൃഷ്ടിച്ചു. അവ ശീൽക്കാരം ഉതിർത്തുകൊണ്ട് പുറപ്പെട്ടു. അവയുടെ വിഷശ്വാസം ഏറ്റതോടെ ഭൂമിയിലെ സസ്യജാതികൾ വിഷബാധിതരായി നിലം പതിച്ചു. ജന്തുക്കൾ ഭയവിഹ്വലരായി പരക്കം പാഞ്ഞു തുടങ്ങി. സർപ്പങ്ങൾ മഹർഷിമാരെ വണങ്ങി അന്വേഷിച്ചു: ഹേ മഹർഷി ശ്രേഷ്ഠരെ, പറയൂ, എന്തിനാണ് നിങ്ങൾ ഞങ്ങൾക്ക് ജന്മം നൽകിയത്? ഞങ്ങളുടെ ദന്തങ്ങൾ വിഷമൂർച്ചയാൽ വിജൃംഭിക്കുന്നു. ആരുടെ മേലാണ് വിഷം ഞങ്ങൾ പ്രയോഗിക്കേണ്ടത്? അപ്പോൾ മഹർഷിമാര് അവരോട് പറയുകയാണ്: അല്ലയോ നാഗങ്ങളെ, നിങ്ങളിൽ നിറഞ്ഞു തുളുമ്പിയ വിഷം ഉഗ്രനെന്ന് അഹങ്കരിക്കുന്ന ഒരുവനിൽ പ്രയോഗിച്ചാലുള്ള സൗഖ്യം എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞറിയിക്കണമോ? നിങ്ങൾ കൈലാസത്തിലേക്ക് പുറപ്പെടുക. അവിടെ തപസ്സിൽ മുഴുകിയിരിക്കുന്ന ഒരുവനെ നിങ്ങൾക്ക് കാണാം. അവനെ സംഹരിച്ച് നിങ്ങളുടെ ജന്മോദ്ദേശം സഫലമാക്കുക. മഹർഷിമാർ നിർദ്ദേശിച്ചു. നാഗങ്ങൾ കാറ്റിൻ്റെ വേഗതയിൽ കൈലാസത്തിലേക്ക് ഇഴഞ്ഞു. അവിടെ ധ്യാന നിമീലിതമായ മിഴികളോടെ ഇരിക്കുന്ന ഭഗവാന്റെ ഉജ്ജ്വല കാന്തിയിൽ അവ അത്ഭുത പരതന്ത്രരായി തീർന്നു. തങ്ങളുടെ ലക്ഷ്യം മറന്നുകൊണ്ട് നാഗങ്ങൾ ഭഗവാനെ സ്തുതിച്ചു തുടങ്ങി. ആ ഒരു പ്രാർത്ഥനയിൽ സംപ്രീതനായ ഭഗവാൻ പരമശിവൻ തൻ്റെ കണ്ണുകൾ തുറന്നു. തൻ്റെ പാദച്ചുവട്ടിൽ തല കുമ്പിട്ട് കിടക്കുന്ന നാഗങ്ങളെ കണ്ട് ഭഗവാൻ അവയെ വാത്സല്യത്തോടെ കയ്യിലെടുത്തുകൊണ്ട് അരുളി ചെയ്തു: സർപ്പപ്രമുഖരെ, മാനിക്കേണ്ടവരെ മാനിക്കുന്നവർക്ക് ഏത് സദസ്സിലും സ്ഥാനം ലഭിക്കും. എന്നെ വധിക്കാനായി വന്ന നിങ്ങൾ പിന്തിരിഞ്ഞത് തന്നെ അതിന് ദൃഷ്ടാന്തമല്ലേ? വരിക, ഇനി മുതൽ നിങ്ങളുടെ സ്ഥാനം എൻ്റെ ശരീരാംഗങ്ങളിലായിരിക്കും. അതിനുശേഷം ഭഗവാൻ ശിവൻ ഓരോ സർപ്പങ്ങളെയായി എടുത്ത് തൻ്റെ ശരീരഭാഗങ്ങളിൽ അണിഞ്ഞു. ആനന്ദത്താൽ മതിമറന്ന നാഗങ്ങളുടെ ശിവസ്തുതികൾ അന്തരീക്ഷത്തിൽ വലയം പ്രാപിച്ചു. ഇനി പരമശിവൻ കാപാലിയായ കഥ കൂടി പറയാം. ഭഗവാൻ രുദ്രൻ കപാലം എടുത്തിരിക്കുന്നതായി പുരാണത്തിൽ കാണുന്നു. അപ്പോൾ ഇതിന് അടിസ്ഥാനമായ ഒരു കഥ മഹാഭാരതം പരാമർശിക്കുന്നുണ്ട്. ഒരിക്കൽ ബ്രഹ്മ വിഷ്ണു ദേവന്മാർ ലോകകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സംഭാഷണം മധ്യേ മഹാവിഷ്ണു ചോദിച്ചു: ഈ പ്രപഞ്ചം ഞാൻ ഇച്ഛിക്കുന്ന വിധത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നതിൽ ഞാൻ കൃതാർത്ഥനാണ്. ബ്രഹ്മദേവ, താങ്കളുടെ അഭിപ്രായം എന്താണ്? മഹാവിഷ്ണുവിൻ്റെ ചോദ്യം ബ്രഹ്മാവിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു: പ്രപഞ്ചം താങ്കളുടെ ഇച്ഛ പോലെ നടക്കുന്നുവെന്നാണോ ദേവ താങ്കൾ വിശ്വസിക്കുന്നത്? രസകരം തന്നെയാണ് ഇക്കാര്യം. എന്തെന്നാൽ ഈ ലോകത്തിൽ ഓരോ സൃഷ്ടിയും നടക്കുന്നത് എന്നിലൂടെ മാത്രമാണ്. പക്ഷെ താങ്കൾ പറയുന്നതോ?
അത് ശരി. അപ്പോൾ താങ്കളും ബാലസഹജമായി ചിന്തിക്കുകയാണല്ലേ? പ്രപഞ്ചത്തിൻ്റെ അതീശനായി വാഴാനുള്ള താങ്കളുടെ ആഗ്രഹം മികച്ചൊരു ഫലിതം തന്നെ. എന്നിട്ട് മഹാവിഷ്ണു പൊട്ടിച്ചിരിച്ചു. മഹാവിഷ്ണുവിൻ്റെ മറുപടിയും ചിരിയും ബ്രഹ്മദേവൻ അസഹ്യമായി തീർന്നു. വാസ്തവം അറിയാതെ ശ്രേഷ്ഠരെ പരിഹസിക്കുന്നതും ചിരിക്കുന്നതും അജ്ഞന്മാർ മാത്രമാണ്, ബ്രഹ്മദേവൻ പറഞ്ഞു. ബ്രഹ്മാവിഷ്ണു ദേവന്മാരുടെ ഈ സംഭാഷണം ക്രമേണ ഒരു യുദ്ധത്തിൻ്റെ അവസ്ഥ സംജാതമാക്കി തീർക്കുന്നു. അപ്പോൾ പരസ്പരം നശിപ്പിക്കാനുള്ള ആവേശത്തിൽ ബ്രഹ്മദേവനും മഹാവിഷ്ണുവും ആയുധങ്ങൾ കയ്യിലെടുത്തു. ആ രണ്ട് മഹാശക്തികൾ യുദ്ധസന്നദ്ധരായി തീർന്നത് കണ്ട് പ്രപഞ്ചം ഭയന്നു വിറച്ചു. ഈ ഒരു ഘട്ടത്തിൽ അവരുടെ മധ്യത്തായി ശിവരൂപത്തിലുള്ള ഒരു ലിംഗം പ്രത്യക്ഷമായി. അതോടൊപ്പം ഇങ്ങനെ ഒരു അശരീരിയും കേൾക്കുമാറായി: അല്ലയോ മൂർത്തികളെ, ലോകാധിപത്യം സ്ഥിരീകരിക്കാനുള്ള തന്ത്രപ്പാടിൽ നിങ്ങൾ സ്വയം മറന്ന് യുദ്ധസജ്ജരായി തീർന്നിരിക്കുന്നു. ആയുധം കൊണ്ടല്ലാതെ ഈ പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്താവുന്നതേയുള്ളൂ. അശരീരി ശ്രദ്ധിക്കുകയായിരുന്ന ബ്രഹ്മാവിഷ്ണു ദേവന്മാർ ഒരേ സമയം ഇങ്ങനെ ചോദിച്ചു: എങ്ങനെയാണ് ഈ സമസ്യയ്ക്ക് ഉത്തരം ലഭിക്കുക? യുദ്ധമല്ലാതെ മറ്റെന്ത് മാർഗമാണ് അവലംബിക്കാനാവുക? ഉടൻ തന്നെ പറയുക. പറയാം, കേട്ടുകൊള്ളുക. അശരീരി തുടർന്നു: നിങ്ങൾ ഇരുവരുടെയും മധ്യത്തിലായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ശിവലിംഗ തേജസ് കാണുന്നില്ലേ? ഈ തേജസ്സിൻ്റെ അവസാന രൂപം കണ്ടെത്തുന്നത് ആരാണോ അവരായിരിക്കും ത്രൈലോക്യാധിപതി. ആ ഒത്തുതീർപ്പിൽ ബ്രഹ്മാവും മഹാവിഷ്ണുവും യോജിച്ചു. അവർ ഇരുവരും ശിവലിംഗ തേജസ്സിൻ്റെ അഗ്രം കണ്ടുപിടിക്കാൻ പ്രയാണം ആരംഭിച്ചു. ബ്രഹ്മാവ് കീഴഗ്രവും മഹാവിഷ്ണു മേലഗ്രവും ലക്ഷ്യമാക്കി പാഞ്ഞു തുടങ്ങി. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, വളരെ കാലം കഴിഞ്ഞിട്ട് രണ്ടു പേർക്കും ഉദ്ദിഷ്ട സ്ഥാനത്ത് ചെന്നു ചേരാനായില്ല. അങ്ങനെ ബ്രഹ്മദേവനും മഹാവിഷ്ണുവും നിരാശരായി തുടങ്ങിയെങ്കിലും യാത്ര അവസാനിപ്പിച്ച് പരാജയം സമ്മതിക്കാൻ അവർക്ക് മനസ്സ് വന്നില്ല. അങ്ങനെയിരിക്കെ ഒരു നാൾ ഒരു കൈതപ്പൂവ് ശിവലിംഗം തേജസ്സിൻ്റെ ഒരു ഉപരിഭാഗത്തു നിന്നും വരുന്നത് ബ്രഹ്മാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഭഗവാൻ ബ്രഹ്മദേവൻ കൈതപ്പൂവ് കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു: ഹേ പുഷ്പമേ, നീ എവിടെ നിന്നും വരുന്നു? മഹാനുഭാവ, അവിടുന്ന് സൃഷ്ടിദേവനായ ബ്രഹ്മാവാണെന്ന് ഞാൻ വിശ്വസിച്ചു കൊള്ളട്ടെ. അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകാം. ഞാൻ ശിവതേജസ്സിൻ്റെ അവസാന ഭാഗത്തു നിന്നും യാത്ര ആരംഭിച്ച ഒരു കൈതപ്പൂവാണ്. അവിടെ നിന്നും തിരിച്ചതിൽ പിന്നീട് 3 ബ്രഹ്മപ്രളയം കഴിഞ്ഞിരിക്കുന്നു. ഇനി യാത്ര ആരംഭിച്ച സ്ഥാനത്തേക്ക് തന്നെ മടങ്ങുകയാണ്. ഇങ്ങനെ കൈതപ്പൂവും ഒഴിഞ്ഞു. പെട്ടെന്ന് ബ്രഹ്മദേവന്റെ ചിന്ത മറ്റൊരു വിധം സഞ്ചരിച്ചു തുടങ്ങി. തൻ്റെ യാത്രയ്ക്ക് സാക്ഷികൾ ആരുമില്ല. ആ സ്ഥിതിക്ക് ശിവ തേജസ്സിൻ്റെ അഗ്രം കണ്ടെത്തിയോ എന്ന് മനസ്സിലാക്കുന്നത് ആരാണ്? യാത്രാരംഭ സ്ഥലത്തേക്ക് തന്നെ മടങ്ങാം. ശിവലിംഗ തേജസ്സിൻ്റെ അവസാനം കണ്ടുവെന്ന് തെളിയിക്കാൻ ഈ കൈതപ്പൂവിനെ തന്നെ ഉപയോഗിക്കാം. ഇങ്ങനെ ചിന്തിച്ചുറച്ച ബ്രഹ്മാവ് അനുനയത്തിൽ കൈതപ്പൂവിനോട് സംസാരിച്ചു തുടങ്ങി: സുഗന്ധവാഹിയായ അല്ലയോ പുഷ്പമേ, നീ ആരെക്കാളും അധികം ശ്രേഷ്ഠ തന്നെയാണ്. ശിവ തേജസ്സിൻ്റെ ആരംഭവും അവസാനവും നീ കണ്ടുവല്ലോ. നിന്റെ മഹത്വം ആദരണീയം തന്നെ. എന്നെ സഹായിക്കാൻ നിനക്ക് കഴിയുമെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ദേവ, അവിടുന്ന് വസ്തുതകൾ വ്യക്തമാക്കിയാലും മഹാനായ അങ്ങയെ സഹായിക്കാൻ എനിക്ക് അവസരം ലഭിക്കുമെന്ന് പറഞ്ഞുവല്ലോ. എങ്ങനെയാണത്? കൈതപ്പൂവ് നിഷ്കളങ്കത ഭാവിച്ചു. ബ്രഹ്മദേവൻ ചുറ്റുപാട് നോക്കി. ആരും അടുത്തില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പറഞ്ഞു: ഞാൻ ശിവ തേജസ്സിൻ്റെ അവസാനം കണ്ടില്ലെന്ന് എനിക്കും ഇപ്പോൾ നിനക്കും അറിയാം. അതുകൊണ്ട് നീയും എൻ്റെ കൂടെ മഹാവിഷ്ണുവിൻ്റെ സവിധത്തിൽ വരിക. അപ്പോൾ അവിടെ ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ശിവതേജസ്സിൻ്റെ അവസാന ഭാഗം കണ്ടെത്തിയെന്നും അതിന് സാക്ഷിയാണ് നീയെന്നും ദേവനോട് പറയുക. ബ്രഹ്മദേവന്റെ വാക്കുകൾ സശ്രദ്ധം കേട്ടുനിന്ന കൈതപ്പൂവ് സമ്മതം നൽകി. സന്തുഷ്ടനായി തീർന്ന ബ്രഹ്മദേവൻ കൈതപ്പൂവുമായി വിജയശ്രീ ലാളിത ഭാവത്തിൽ മഹാവിഷ്ണുവിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് കൽപ്പിച്ചു: കണ്ടില്ലേ, ആരാണ് ത്രൈലോക്യാധിപനെന്ന്? ഞാനിതാ ശിവ തേജസ്സിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ കണ്ടെത്തുന്നതിൽ വിജയിച്ചിരിക്കുന്നു. അപ്പോൾ പരാജയബോധത്താൽ മഹാവിഷ്ണു ശിരസ് കുനിച്ചു. എങ്കിലും അദ്ദേഹം ചോദിച്ചു: ദേവാ, അങ്ങ് ഈ പരീക്ഷണത്തിൽ വിജയിച്ചു. എങ്കിലും അറിയാനുള്ള താല്പര്യം മുൻനിർത്തി ചോദിക്കുകയാണ്. അങ്ങ് ശിവ തേജസ്സിൻ്റെ അഗ്രം ദർശിച്ചതിന് ആരാണ് സാക്ഷി? അപ്പോൾ ബ്രഹ്മദേവൻ വലിയ ഗർവോടെ പറഞ്ഞു: മഹാവിഷ്ണു, താങ്കളുടെ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു. ബ്രഹ്മദേവൻ ശിവ തേജസ്സിൻ്റെ രൂപം കണ്ടു എന്നതിന് സാക്ഷിയാണ് ഈ കൈതപ്പൂവ്. പെട്ടെന്ന് കൈതപ്പൂവിൽ നിന്നും അത്യുജ്വലമായ ഒരു തേജസ് പുറപ്പെട്ടു. അതിൽ നിന്നും ഭഗവാൻ ശിവൻ പ്രത്യക്ഷനായി. അദ്ദേഹം ക്രുദ്ധനായി ബ്രഹ്മദേവനെ നോക്കിക്കൊണ്ട് ഗർജിച്ചു: വിജയത്തിനായി കാപട്യം പ്രവർത്തിക്കുന്നത് ഏത് അടിസ്ഥാനത്തിലാണ്? ത്രൈലോക്യാധിപനാകാനുള്ള അത്യാഗ്രഹത്താൽ അങ്ങ് കള്ളം പറഞ്ഞിരിക്കുന്നു. കള്ളം ശാശ്വതമായ സത്യമാകില്ലെന്നതിന് തെളിവായി ഞാനിതാ അങ്ങയെ ശിക്ഷിക്കുന്നു.
ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പരമശിവൻ ബ്രഹ്മദേവന്റെ ഒരു ശിരസ് നുള്ളിയെടുത്തു. ബ്രഹ്മദേവൻ അപമാനിതനും ലജ്ജിതനുമായിട്ട് മാറി. ഉടൻ തന്നെ ബ്രഹ്മദേവൻ ശിവനെ ശപിച്ചു. എന്നെ കാപട്യത്തിലേക്ക് തള്ളിയിടാൻ ദേവാ താങ്കളും യത്നിച്ചുവല്ലോ. ഇപ്പോൾ ഞാൻ അപമാനിതനുമായിരിക്കുന്നു. അതിനാൽ നീ ഈ കപാലവും എടുത്ത് ഇരിക്കാനിടയാകട്ടെ. അന്ന് മുതൽ പരമശിവൻ കപാലം എടുത്ത് ഭിക്ഷാടനം തുടങ്ങി എന്നാണ് കഥ. അപ്പോൾ ഇത് രാമായണ മാസമാണ്. ശിവപുരാണത്തിൻ്റെ 3-ാം ഭാഗം ഇവിടെ നിർത്തുകയാണ്. എല്ലാവരും ഭഗവാന്റെ പരമശിവൻ്റെ കഥകളൊക്കെ അറിഞ്ഞിരിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.